എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പുസ്തകം വായിച്ചിട്ട് പറഞ്ഞൊരു കഥയാണ് എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ആ കഥ ഇങ്ങനെയാണ്. നല്ല ക്യാരക്ടറെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കഥ എനിക്കൊരു ഉദാഹരണമായിട്ട് പറഞ്ഞത്. അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുകയാണ്. ആ കഥയെക്കുറിച്ച് പറഞ്ഞാൽ, ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്തിട്ട് കല്ലുകളായിട്ടാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെ ഉപമിക്കുന്നത്. ഒരു 4 ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു കല്ലും, ഒരു ഗ്ലാസ്സിലിടാൻ മൺകട്ടയും, മറ്റൊരു ഗ്ലാസ്സിലിടാൻ പഞ്ഞിയും, മറ്റൊരു ഗ്ലാസ്സിലിടാൻ കൽക്കണ്ട കല്ലും എടുത്തു വെച്ചു. ഇതിനെ 4നെയും മനുഷ്യന്റെ സ്വഭാവത്തോടെയാണ് അദ്ദേഹം എനിക്ക് ഉപമിച്ചു തന്നത്. അത് കല്ലിട്ടാൽ വെള്ളത്തിൽ താന്നു പോകും, ആർക്കും ഒരു പ്രയോജനമില്ലാതെ, ഒരു ഡെവലപ്മെന്റും ഇല്ലാതെ ഇരിക്കുന്നു. അങ്ങനെ വെള്ളത്തിലിട്ടൊരു കല്ല് പോലെ ആയിത്തീരണോ നമ്മൾ കുട്ടികൾ, അല്ലെങ്കിൽ നിങ്ങൾ? അതുപോലെ തന്നെ രണ്ടാമത്തേത് പഞ്ഞിയായിട്ടാണ് ഉപമിക്കുന്നത്. പഞ്ഞി എന്ന് പറഞ്ഞാൽ അത് വെള്ളം മൊത്തം വലിച്ചെടുക്കുന്നു, മറ്റുള്ളവരുടെ എല്ലാ സുഖ സൗകര്യങ്ങളെയും കഴിവുകളെയും വലിച്ചെടുക്കുന്ന സ്വാർത്ഥന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് അത് സൂചിപ്പിക്കുന്നത്. മൂന്നാമത് സൂചിപ്പിക്കുന്നത് മൺകട്ട. അതിട്ടാൽ അത് അലിഞ്ഞു പോകും, കാരണം ചുറ്റുമുള്ളവരെയും അവരെയും തന്നെ സ്വയം മലിനമാക്കും. അതുപോലെ ആകണോ? അതോ നാലാമത്തെ ഒരു കല്ല് കൽക്കണ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൽക്കണ്ടം ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മധുരമുള്ളതായി അലിഞ്ഞു ചേർന്നു, അത് സ്വയം എല്ലാവർക്കും മധുരമാകുകയും ഉന്മേഷം തരികയും ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും കൽക്കണ്ടമായി തീരണം. അപ്പോൾ കുട്ടികൾ ആരായി തീരണം? നല്ല ക്യാരക്ടർ ഉള്ളതായി തീരണമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പറഞ്ഞു തന്നൊരു കഥയാണ്. അദ്ദേഹം ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചൊരു കഥയാണ്. അത് എനിക്ക് ഷെയർ ചെയ്തു തന്നു. അത് ഞാൻ എൻ്റെ കുഞ്ഞു മക്കൾക്കും ഷെയർ ചെയ്തു തന്നു. ഇതുപോലെ നല്ല സാരാംശവും സന്ദേശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഓരോ കഥകളായിട്ട് എൻ്റെ കൊച്ചു കൂട്ടുകാർ നമുക്ക് വീണ്ടും കാണാം. ഇന്നും ഞാൻ പറയുകയാണ്, സേ നോ ടു ഡ്രഗ്, സേ നോ ടു ബാഡ് ടച്ച്.